ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ ശ്രുതിയും മീരയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വില്ലൻ കടന്നു വരുന്ന ഭാഗത്താണല്ലോ ഇന്നലെ എപ്പിസോഡ് അവസാനിച്ചത്. അതായത് നവീൻ ദാസ് വരാണല്ലോ. നവീൻ ദാസ് വന്ന് നിൽക്കുമ്പോൾ ശ്രുതി ഞെട്ടാണ് ഇയാളെ കണ്ടിട്ട്. ഇപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താ കല്യാണി ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണിയോ, ഇനി എൻ്റെ പേര് വിളിച്ച് തന്നെ ഞാൻ വേണ്ടത് ചെയ്യൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടാണ്. അപ്പോൾ മീര ചോദിക്കും, ഇങ്ങനെ തർക്കുത്തരം പറയുമ്പോൾ നവീൻ ദാസ് പറയണ പട്ടിയോട് ഉപമിക്കുകയാണ് നവീൻ ദാസിനെ. അപ്പോൾ നവീൻ ദാസ് പറയണ, ഇവളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കിയാൽ തന്നെ നീ നന്നാവും ശ്രുതി എന്ന് പറയാണ്. എന്നിട്ട് നവീൻ ദാസ് പറയണം, ഞാൻ ഇപ്പോൾ വന്നത് വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, എൻ്റെ കല്യാണം ശരിയായിട്ടുണ്ടെന്ന് അറിയാലോ, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അറിയാലോ. അപ്പോൾ എനിക്ക് കല്യാണത്തിൻ്റെ ചിലവിലേക്കായിട്ട് 1,00,000 രൂപ തരണമെന്ന് പറയണം. അപ്പോൾ നിങ്ങളിങ്ങനെ പൈസ ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ, എൻ്റെ കയ്യിൽ 1,00,000 രൂപയൊന്നും ഇല്ല പറയാണ്. അപ്പോൾ ശ്രുതി, അപ്പോൾ നവീൻ ദാസ് പറയണം, ശരി നിൻ്റെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പോയിട്ട് ശ്രുതിയെ കണ്ടോളാം. ഞാനന്ന് എത്ര നന്നായിട്ട് നിന്നോട് പെരുമാറിയത് ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ട്. ശ്രുതി വന്നപ്പോൾ ഞാൻ ജെൻറ്റിൽമാനായിട്ട് ഇറങ്ങിപ്പോയില്ല, നിനക്കൊരു കുഴപ്പം വരുത്തിയില്ലല്ലോ. നാളെ ഞാൻ ഈ സമയത്ത് വരും, അപ്പോൾ എനിക്ക് 1,00,000 രൂപ കയ്യിൽ വെക്കണം എന്ന് പറയാണ്. പറഞ്ഞിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ശ്രുതി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുമ്പോൾ മീര പറയാണ്, ശ്രുതി നിനക്ക് പ്രശ്നങ്ങൾ ഒഴിയുന്നില്ലല്ലോ, ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയും, എന്താ ചെയ്യുക മീര, എൻ്റെ യോഗം എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് പറയണം. എന്നിട്ട് ശ്രുതി വീട്ടിൽ പോയ സമയത്ത് ഇനിയിപ്പോൾ അതിൽ നിന്ന് 1,00,000 രൂപ ശ്രുതിയുടെ അടുത്ത് തന്നെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ശ്രുതി വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയ സമയത്ത് ശ്രുതിയോട് പറയാണ്, ശ്രുതി പൈസയും കൊണ്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ്, ഞാനും ഇപ്പോൾ അതന്നെ വിചാരിക്കണം ശ്രുതി, എന്ത് ബിസിനസ് തുടങ്ങേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. നമുക്കൊരു കാര്യം ചെയ്യാം, പണം പലിശയ്ക്ക് കൊടുത്താലോ ചോദിക്കാൻ. അപ്പോൾ ശ്രുതി പറയണേ, പണം പലിശയ്ക്ക് കൊടുത്താൽ തിരിച്ചു തരുന്ന ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാണ് ശ്രുതി. എന്നാൽ ശ്രുതി ഒരു കാര്യം ചെയ്യും, പണം പലിശയ്ക്ക് കൊടുക്കുന്നത് നല്ല ബിസിനസ്സാണ്, ഒരു കാര്യം ചെയ്യാം, ശ്രുതിയുടെ അടുത്ത് നിന്ന് ഫസ്റ്റ് പൈസ ഞാൻ മേടിക്കാം, എന്നിട്ട് അതിന് പലിശ തരാം, അപ്പോൾ പിന്നെ നല്ല കസ്റ്റമേഴ്സിനെ നോക്കി നമുക്ക് കൊടുക്കാം, അപ്പോൾ അതൊരു വരുമാനമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ശ്രുതി ഉദ്ദേശിച്ച് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് എന്തിനാ പൈസ ചോദിക്കുമ്പോൾ പറയണേ, എനിക്ക് കുറച്ച് പേഴ്സണൽ ലോണുകൾ ഉണ്ടെന്ന് ശ്രുതിക്ക് അറിയാലോ, അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. ശ്രുതി ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുത്തിട്ട് ശ്രുതിക്ക് 2,000 രൂപ ജിപേ ചെയ്യണം. എന്നിട്ട് പറയും, ശ്രുതി ഒന്ന് ഫോൺ എടുത്ത് നോക്കുക പറയണം. അപ്പോൾ ശ്രുതി ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ 2,000 രൂപ വന്നിട്ടുണ്ടല്ലോ ശ്രുതി. അത് തന്നെ ശ്രുതി പറഞ്ഞേ, ഫസ്റ്റ് കസ്റ്റമർ ഞാൻ ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഇപ്പോൾ 2,000 രൂപ ഒന്നും ചെയ്യാതെ ശ്രുതിക്ക് കിട്ടിയില്ല, എന്നെ ശ്രുതി 1,00,000 രൂപ എൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക പറയണം. അപ്പോൾ ശ്രുതി വേഗം 1,00,000 രൂപ ശ്രുതിയുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ശ്രുതി പറയണം, ഇപ്പോൾ നോക്കി വെറുതെ ഇരുന്നിട്ട് 2,000 രൂപ കിട്ടിയില്ല. അപ്പോൾ ശ്രുതി പറയണം, ഇങ്ങനത്തെ കുറച്ച് കസ്റ്റമേഴ്സിനെ എനിക്ക് കിട്ടണം, അഡ്വാൻസ് ആയിട്ട് പലിശ തരണ കസ്റ്റമേഴ്സിനെ കുറച്ച് കിട്ടണം പറയുമ്പോൾ ശ്രുതി പേടിച്ചിട്ട് ശ്രുതി പറയണം, ഇപ്പോൾ അതൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് ഞാൻ ചെയ്തതേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറയണം. അത് കഴിഞ്ഞ് ആ ഭാഗം കഴിഞ്ഞ് പിന്നെ സച്ചി ഫ്രണ്ട്സൊക്കെ കൂടി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പുറത്തിരുന്നൊരു സ്വാമി സച്ചി ഇങ്ങനെ പറയുകയാണ്, എനിക്കങ്ങോട്ട് ദഹിച്ചിട്ടില്ല, ഫ്രണ്ട്സിനോട് പറയണം എനിക്കങ്ങോട്ട് ദഹിച്ചിട്ടില്ല, എന്തോ ഒരു ഉടായ്പ് ഉണ്ട്, ഇവരുടെ പൈസ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് മഹേഷ് പറയണേ, നീ എന്തിനാണ് രേവതി പറഞ്ഞ പോലെ അവരുടെ കാര്യത്തിൽ ഇടപെടണം, നീ നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഉപദേശിക്കുകയാണ്. ആ സമയത്ത് അപ്പുറത്തിരുന്നൊരു സ്വാമി വന്നിട്ട് സച്ചിയോട് പറയണം, സാർ ഞാൻ നിങ്ങളുടെ കൈയൊന്ന് നോക്കിയിട്ട് ഫലം പറയാം എന്നൊക്കെ പറയണേ. എൻ്റെ കൈയൊന്നും നോക്കേണ്ട, ഫലമൊന്നും പറയണ്ട, എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലേ പറയണം, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ പറയാം. അപ്പോൾ മഹേഷൊക്കെ പറയും, സച്ചി ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ സച്ചി കൈ നീട്ടി കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാമി നോക്കിയിട്ട് പറയണം, ദേവതയെ പോലെ ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും അവൾ കാരണമാവും എന്നൊക്കെ പറയണു. അത് കഴിഞ്ഞിട്ട് പറയണു, കുറച്ച് കാലം നിങ്ങൾക്ക് ഭയങ്കര കഷ്ടമാണ്, കുറച്ച് ദിവസം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ നാക്കാണ്, നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര കഷ്ടമാണ്, നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ്. എന്തായാലും കുറച്ച് ദിവസം നിങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളാവും, അങ്ങനെയാണെന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയണ, ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോണത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാൾക്ക് സച്ചി ദക്ഷിണ കൊടുക്കുക, അയാൾ അത് മേടിച്ചിട്ട് പോകും. അപ്പോൾ മഹേഷ് പറയും, അയാൾ പറഞ്ഞ് ശ്രദ്ധിക്കണം സച്ചി, അപ്പോൾ നീ കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട, വീട്ടിൽ തന്നെ ഇരുന്നോ പറയാണ്. അപ്പോൾ സച്ചി പറയണേ, പിന്നെ നിങ്ങൾക്ക് പിടിച്ച കാറ്റുണ്ടോ, അയാൾ അതൊക്കെ പറയും എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചിക്ക് ഫോൺ വരികയാണ്. ഫോൺ വരുന്നത് വേറെ ആരെയല്ല, പാർട്ടി ഓഫീസിൽ നിന്ന് സച്ചിക്ക് പൂമാലയുടെ ഓർഡർ കൊടുത്ത അനൂപാണ് വിളിക്കുന്നത്. എന്താ അനൂപയെ ചോദിക്കുമ്പോൾ പറയുകയാണ്, സച്ചി നീ അവിടെ ഉണ്ടെങ്കിൽ ഒരു ഓട്ടം പോകാനാണ്, വേഗം വാ പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ സമയം ശരിയല്ല പറഞ്ഞിട്ട് ഓട്ടം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നു, അപ്പോൾ എനിക്കൊരു ഓട്ടം കിട്ടി, ശരി ഞാൻ പോട്ടെ പറഞ്ഞ മഹേഷിനോട് യാത്ര പറഞ്ഞിട്ട് സച്ചി പോവാണ്.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതിയുടെ വീടാണ് കാണിക്കുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാണ്ട് അമ്മ പൂവിക്കാൻ പനിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദേവു വന്നിട്ട് ചീത്ത പറയണം, അമ്മോട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നതല്ലേ ചോദിക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ട് മോളെ, നീ ഇതൊക്കെ വിൽക്കലും നിൻ്റെ പഠിപ്പൊക്കെ കൂടി നിനക്ക് നടക്കില്ല എന്ന് പറയണം. ആ സമയത്താണ് രേവതി വരുന്നത്. രേവതി വന്നിട്ട് ചോദിക്കുക, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് വയ്യായിക ചോദിക്കുമ്പോൾ, അമ്മ മരുന്നൊന്നും കഴിച്ചിട്ടില്ല ചേച്ചി, എന്നാൽ വാ അമ്മ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ പറയണം. ഹോസ്പിറ്റലിലൊന്നും പോണ്ടേ ചെയ്യോ, ഡോക്ടറെ കാണിച്ചതാണ്, പക്ഷേ അമ്മ മരുന്നൊന്നും കഴിച്ചിട്ടില്ല, കഞ്ഞി കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി പറയണ, വയ്യങ്ങ പിന്നെ എന്തിനാ അമ്മ ഇവിടെ വന്നിരുന്നു, അമ്മ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, ഞാൻ ഈ ഓർഡറോളൊക്കെ അമ്മയ്ക്ക് ശരിയാക്കി തരുമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് അവിടെ പണിയില്ലേ മോളെ, പിന്നെ നിനക്ക് നീ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നിൻ്റെ അമ്മായിമ്മ നിനക്ക് സ്വൈരം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയുടെ അമ്മ അവളെ സാന്ത്വനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മുടെ ശരത്ത് വരുന്നത്. ശരത്ത് വരുന്ന സമയത്ത് രേവതി അമ്മയ്ക്ക് കഞ്ഞി വാരി കൊടുക്കണം, അമ്മ ഭക്ഷണം കഴിക്കുക പറഞ്ഞിട്ട് കഞ്ഞി വാരി കൊടുക്കണം. ആ സമയത്താണ് ശരത്ത് വരുന്നത്. ശരത്ത് വരുന്ന സമയത്ത്, നീ ഇപ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ട് വിട്ടില്ലേ, അമ്മയ്ക്ക് സുഖമില്ലെങ്കിലെങ്കിലും നിനക്കൊന്ന് അമ്മയുടെ കൂടെ ഇരുന്നോടെ, അമ്മ നമുക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നൊക്കെ വെച്ചിട്ട് രേവതി ചീത്ത പറയുമ്പോൾ ശരത്ത് പറയണം, അമ്മയ്ക്ക് വയ്യാത്ത കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണം. അപ്പോൾ നീ അറിയില്ല, നിനക്ക് എപ്പോഴും ഇവൻ്റെ കൂടെ ഈ ഗുണ്ടയുടെ കൂടെ കൂട്ടുവിടാനുള്ള നേരമുള്ളൂ, ഇവൻ കാരണം നിൻ്റെ ജീവിതം നശിക്കും, നീ നോക്കിക്കോ എന്നൊക്കെ പറയണം. അപ്പോൾ ശരത്തിൻ്റെ കൂട്ടുകാരൻ പറയണം, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല, എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്, ഇവനെ ഞാൻ ഒരു കുടുക്കിലും പെടുത്തില്ല, ഇവന് ഞാൻ നല്ലത് മാത്രമേ വരുത്തുള്ളൂ എന്നൊക്കെ പറയണം. അപ്പം മിണ്ടരുത് നീ എന്നൊക്കെ പറയണം. കുടിക്കണവരും വലിക്കണവരും എല്ലാം നല്ലവരല്ല എന്നുള്ള രേവതി ചേച്ചിയുടെ അഭിപ്രായം മാറ്റണം. അങ്ങനെയാണ് രേവതി ചേച്ചിയുടെ ഭർത്താവ് കുടിക്കണില്ലേ, എൻ്റെ സച്ചേട്ടനെ പറ്റി പറയാം, എന്ത് യോഗ്യതയുടെ നിനക്കുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചിട്ട് അവർ തമ്മിലുള്ള തർക്കത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായി വീണ്ടും വരാം. കൂട്ടുകാരെ, എൻ്റെ കഥ കേട്ട് ഇഷ്ടമായിട്ടുള്ള കൂട്ടുകാരെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളത്തെ എപ്പിസോഡുമായി വീണ്ടും വരാം. താങ്ക്